നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന റെസൊല്യൂഷൻ ഓഫ് വെക്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. റെസൊല്യൂഷൻ ഓഫ് വെക്റ്റേഴ്സ്. നമ്മൾ വെക്റ്ററിന് മുമ്പ് യൂണിറ്റ് വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതികൾ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഐ ജെ കെ. ഈ ഐ ജെ കെ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് ആക്സിസിനും വൈ ആക്സിസിനും സെഡ് ആക്സിസിൻ്റെയും ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്റ്റേഴ്സിനെ നമ്മൾ പറയുന്നതാണ് ഏതെന്ന് പറയുന്നത് ഐ ജെ കെ എന്ന് പറയുന്നത്. സോ നമ്മളൊരു കോർഡിനേറ്റ് പ്ലെയിനിനകത്ത് നമ്മളൊരു വെക്റ്റർ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ജനറലി 3 കോമ്പോണൻസിന് സാധ്യതയുണ്ട്. നമ്മളൊരു കോർഡിനേറ്റ് പ്ലെയിൻ 3 ആക്സിസ് ഉണ്ട്. 3 ആക്സിസ് ഉള്ളൊരു കോർഡിനേറ്റ് പ്ലെയിൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇത് സെഡ് ആക്സിസ് പ്ലസ് സെഡ് മൈനസ് സെഡ് പ്ലസ് എക്സ് മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് വൈ. അപ്പം 3 കോർഡിനേറ്റ് ആക്സിസ് ഉണ്ട്. ഈ 3 കോർഡിനേറ്റ് ആക്സിസിൽ കൂടെ നമ്മൾ എന്ത് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെക്റ്റർ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പോസിബിളി 3 കോമ്പോണൻസിന് ചാൻസസ് ഉണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുണ്ടെങ്കിൽ വൈ ആക്സിസിൽ ഇതിൻ്റെ ഒരു ഷാഡോ പതിക്കുണ്ടാവും. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? എ വൈ കോമ്പോണൻ്റ് ഉണ്ടാവും. ഇനി അതുപോലെ തന്നെ ഈ വെക്ടറിൻ്റെ ഒരു ഷാഡോ സെഡ് ആക്സിസിൽ പതിക്കുന്നുണ്ടാവും. അപ്പോൾ സെഡ് ആക്സിസിൽ പഠിച്ചു കഴിഞ്ഞാൽ അതുണ്ടെങ്കിൽ ആ ഷാഡോൻ്റെ ലെങ്ത് എ സെഡ് ആണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ എക്സ് ആക്സിസിലും പതിക്കുന്നുണ്ടാവും, അത് എ എക്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ ലിറ്ററലി എങ്ങനെയാണ് നമ്മൾ വെക്റ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെക്റ്ററിന് 3 ഡയറക്ഷനിൽ ഐ ജെ കെ എന്ന് പറയുന്ന കോമ്പോണൻ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഓക്കെ. ഇനി ഐ ആക്സിസിലുള്ള ഈ വെക്റ്ററിൻ്റെ ഷാഡോൻ്റെ അല്ലെങ്കിൽ വെക്റ്ററിൻ്റെ ഷാഡോൻ്റെ ലെങ്ത് എ എക്സ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വൈ ആക്സിസിലുള്ളത് എ വൈ ആണെന്ന് പറഞ്ഞു. സെഡ് ആക്സിസിലുള്ളത് എ സെഡ് ആണെന്ന് പറഞ്ഞു. ഇനി 3നും കൂടിയിട്ട് നമ്മളങ്ങനെ എഴുതുകയാണ് എ എക്സ് ഐ. എ എക്സ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ എക്സിൻ്റെ ലെങ്ത്തും അതേപോലെ തന്നെ എ എക്സിൻ്റെ ലെങ്ത് ഉള്ളൊരു വെക്റ്റർ പ്ലസ് എ ഇൻറ്റു ജെ എ വൈ ഇൻറ്റു ജെ പ്ലസ് എ സെഡ് ഇൻറ്റു കെ. ഇങ്ങനെയാണ് ലിറ്ററലി നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റിനകത്ത് ഒരു വെക്റ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. കാർട്ടീഷ്യൻ കോർഡിനേറ്റിനകത്ത് നമ്മൾ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഒരു വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വെക്ടറിനെ ഒരു കോർഡിനേറ്റ് ആക്സിസിൽ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോർഡിനേറ്റ് ആക്സിസിനകത്ത് അതിന് 3 കോമ്പോണൻ്റ് ഉണ്ടാവും. എ എക്സ് ഉണ്ടാവും, എ വൈ ഉണ്ടാവും, എ സെഡ് ഉണ്ടാവും. എ എക്സ് ഇൻറ്റു എ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എ എക്സ് ഇൻറ്റു ഐ എന്ന് പറയുന്നത് എക്സ് ആക്സിസിലുള്ള കോമ്പോണൻറ്റും എ വൈ ഇൻറ്റു ജെ എന്ന് പറയുന്നത് വൈ ആക്സിസിലുള്ള കോമ്പോണൻറ്റും എ സെഡ് ഇൻറ്റു കെ എന്ന് പറയുന്നത് സെഡ് ആക്സിസിലുള്ള കോമ്പോണൻറ്റും. അപ്പം 3ഉം കൂടി സം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് ദ റിസൾട്ടൻറ്റ്. ആ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് വെക്ടർ തന്നെയായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഏതെന്ന് പറയുന്നത് ഒരു വെക്ടറിൻ്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പ്ലെയിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഡയമെൻഷണൽ പ്ലെയിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഡയമെൻഷണൽ പ്ലെയിനിലുള്ള വെക്ടർ ആണെങ്കിൽ അതിന് സെറ്റ് കോമ്പോണൻ്റ് ഇല്ല. എക്സ് വൈ പ്ലെയിനിൽ മാത്രമുള്ള ഒരു വെക്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്തില്ല? ലിറ്ററലി ഒരു ഇസെഡ് കോമ്പോണൻ്റ് ഇല്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ അതിന് ഏത് കോമ്പോണൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ? വൈ ആക്സിസിൽ ഒരു എ വൈ ഉണ്ടാവും, അതേപോലെ തന്നെ എക്സ് ആക്സിസിൽ ഒരു എ എക്സ് ഉണ്ടാവും. അപ്പോൾ ഈ വെക്ടറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക എ എക്സ് ഐ പ്ലസ് എ വൈ ജെ. മനസ്സിലായല്ലോ? അപ്പോൾ 3 കോർഡിനേറ്റ് ആക്സിസിലാണ് നമ്മൾ ഈ പറഞ്ഞ സാധനത്തിനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് 3 കോർഡിനേറ്റ്സ് ഉണ്ട്, എ എക്സ് എ വൈ എ സെഡ്. അപ്പോൾ അതിനെ നമ്മൾ കറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എ എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ സെഡ് കെ. ഇനി ഈ പറഞ്ഞ സാധനത്തിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ വെക്ടർ ഒരു 2 ഡയമെൻഷണൽ പ്ലെയിനിലാണ് ഇരിക്കുന്നതെങ്കിൽ ദെൻ ഇറ്റ് വിൽ ബി എ എക്സ് ഐ പ്ലസ് എ വൈ ജെ. ഓക്കെ. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ വിൽ ബി ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ 3 കോർഡിനേറ്റ് ആക്സിസിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എക്സ് കോമ്പോണൻറ്റിൻ്റെ സ്ക്വയർ പ്ലസ് വൈ കോമ്പോണൻറ്റ് സ്ക്വയർ പ്ലസ് ഇസെഡ് കോമ്പോണൻറ്റ് സ്ക്വയർ. ദാറ്റ് ഈസ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇനി ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ. മനസ്സിലായല്ലോ? വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡും അതേപോലെ തന്നെ കാർട്ടീഷ്യൻ ഫോമും നമുക്ക് കാണാം.
ഇനിയിപ്പോൾ നിങ്ങളുടെ അടുക്ക് ഇങ്ങനെ തന്നിരിക്കുകയാണ്, അതായത് ഒരു വെക്ടറിൻ്റെ എക്സ് കോമ്പോണൻറ്റും വൈ കോമ്പോണൻറ്റും ഒന്നും തന്നിട്ടില്ല, പകരം ഒരു വെക്ടർ തന്നു. ഇത് എ വെക്ടറാണ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ എ ഇത് വൈ ആക്സിസ് ആണെന്ന് വിചാരിക്കുക, ഇത് എക്സ് ആക്സിസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ എ വൈയുടെ വാല്യൂ എത്ര, എ ഇസഡിൻ്റെ വാല്യൂ എത്ര എന്ന് ചോദിച്ചെന്ന് വിചാരിക്കുക. പകരം നിങ്ങൾക്ക് എന്ത് തന്നു? തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിൾ തന്നു. അങ്ങനെയെങ്കിൽ എ എക്സിൻ്റെ വാല്യൂ എത്ര, എ വൈയുടെ വാല്യൂ എത്ര? ഈ വെക്ടറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എ എക്സും എ വൈയും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അവിടെയാണ് നമ്മൾ ട്രിഗണോമെട്രിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രിഗണോമെട്രിക് റേഷ്യോ നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലെങ്ത്ത് നമുക്ക് എങ്ങനെ കിട്ടും? ഇത് ഹൈപ്പോട്ടന്യൂസ്, ഇതെന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എ വൈ ഡിവൈഡഡ് ബൈ എ, അഥവാ എ വൈ ഈസ് ഈക്വൽ ടു എ കോസ് തീറ്റ. എ വൈ ഈസ് ഈക്വൽ ടു എ കോസ് തീറ്റ. ഇനി ഈ കോമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താ? ഇതെന്താ? സൈൻ കോമ്പോണൻ്റ് അല്ലെങ്കിൽ എക്സ് കോമ്പോണൻ്റ് എന്ന് പറയുന്നതാണ്. എക്സ് കോമ്പോണൻ്റ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ എ എക്സ് ഡിവൈഡഡ് ബൈ എ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാം? സൈൻ തീറ്റ എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ എ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാം? എ സൈൻ തീറ്റ. എ സൈൻ തീറ്റ. ഓക്കെ. അപ്പം എ എക്സ് വിൽ ബി ഈസ് ഈക്വൽ ടു എ കോസ് തീറ്റ, സോറി എ സൈൻ തീറ്റ ബി ഈസ് ഈക്വൽ ടു എ എക്സ് വിൽ ബി ഈസ് ഈക്വൽ ടു എ എക്സ് വിൽ ബി ഈസ് ഈക്വൽ ടു എ സൈൻ തീറ്റ, എ വൈ വിൽ ബി ഈസ് ഈക്വൽ ടു എ കോസ് തീറ്റ. ഇനി ഇതിന് പകരം എന്ത് തന്നു വിചാരിക്കുക? ഇതിന് പകരം ഈ തരുന്ന ആംഗിള് എക്സ് ആക്സിസുമായിട്ടാണ് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എ എക്സ് ഡിവൈഡഡ് ബൈ എ, വിച്ച് ഇംപ്ലൈസ് എ എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ. ഇനി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാം? എ വൈ ഡിവൈഡഡ് ബൈ എ, വിച്ച് ഇംപ്ലൈസ് എ വൈ ഈസ് ഈക്വൽ ടു എ കോസ് തീറ്റ. അപ്പോൾ സൈൻ കോമ്പോണൻറ്റ് അല്ലെങ്കിൽ എ എക്സ് എന്ന് പറയുന്ന കോമ്പോണൻറ്റ് എപ്പോൾ സൈൻ കോമ്പോണൻ്റ് ആവണം അല്ലെങ്കിൽ കോസ് കോമ്പോണൻ്റ് ആവണം നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല. ഏതുമായിട്ട് അല്ലെങ്കിൽ ഏത് ആക്സിസുമായിട്ടാണ് അത് ആംഗിൾ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ എക്സ് ആക്സിസ് ആയിട്ടാണ് അത് ആംഗിൾ ഉണ്ടാക്കുന്നതെങ്കിൽ, തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഉണ്ടാക്കുന്നതെങ്കിൽ എ എക്സ് എന്ന് പറയുന്ന കോമ്പോണൻറ്റ് ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ, എ വൈ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് എ സൈൻ തീറ്റ. ഇനി എ വൈ അല്ലെങ്കിൽ വൈ ആക്സിസുമായിട്ടാണ് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ then a y will be equal to a cos theta, a x will be equal to a sin theta. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിൽ ഒരു വെക്ടറിനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെക്ടറിനെ രണ്ട് ആക്സിസിലുള്ള കോമ്പോണൻറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് റെസല്യൂഷൻ ഓഫ് വെക്ടേഴ്സ്.